പവിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വേദ മുറി തുറന്ന് കാണിച്ചിട്ട് പറഞ്ഞു, ഇനി വേണമെങ്കിൽ അകത്തിരുന്ന് സംസാരിക്കാം. വിക്രമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ എന്താണ് കാരണമെന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അകത്തിരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. ഒരുപാട് പല്ലിട കുത്തി നാറ്റിക്കണോ ശ്രീയേട്ടാ എന്ന് ചോദിച്ച് വേദ മുറിയിൽ കയറി കഥ അടച്ചു. ഇത് കണ്ട് ശങ്കരൻ ശ്രീകാന്തിനോട് ചോദിച്ചു, അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ കാരണം നീയാണോ? ഏയ് ഞാനെന്ത് ചെയ്തിട്ടാണച്ചാ? ശ്രീകാന്ത് ചോദിച്ചു. പിന്നെ അവളെന്താ അങ്ങനെ പറഞ്ഞത്? ശങ്കരൻ ചോദിച്ചു. അത് എപ്പോഴും നമ്മൾ ഓരോന്ന് പറഞ്ഞ് അവനെ കൊടുക്കാൻ നോക്കുന്നുവെന്നാ അവളുടെ പരാതി, ശ്രീകാന്ത് പറഞ്ഞു. അല്ലാതെ നീയായിട്ട് വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ഉണ്ടെന്ന് നാളെ ഒരു ദിവസം ഞാൻ അറിയാൻ ഇടവരരുത്, ശങ്കരൻ പറഞ്ഞു. സ്റ്റോർ റൂമിൽ പോയി ഒളിച്ചിരുന്ന വിക്രം ശ്രീകാന്ത് പോയെന്ന് മനസ്സിലാക്കി തിരികെ റൂമിലെത്തി. ശ്രീകാന്ത് ഇനിയും വരില്ലെന്ന് വേദയ്ക്കുറപ്പുണ്ടോ? ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, വിക്രം പറഞ്ഞു. കണ്ടുപിടിക്കപ്പെടുമെന്ന് വിക്രമിന് പേടിയുണ്ടോ? വേദ ചോദിച്ചു. പേടിയല്ല, ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴുള്ള നാണക്കേട് ഓർത്തിട്ടാ. വേദ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് ഓർത്തിട്ടുണ്ടോ? വിക്രം ചോദിച്ചു. എന്നാ പോയി സറണ്ടർ ചെയ്യ്, അതോടെ ഒളിവിൽ കഴിയുന്ന പുലിക്കൻ പുറത്തു വരും. വിക്രം തന്നെയാണ് അത് ചെയ്തതെന്ന് അവർ കോടതിയിൽ പ്രൂവ് ചെയ്യും. വരുണിനെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് വിക്രമിന്റെ ഭാര്യയായ ഞാൻ തന്നെ കോടതിയിൽ മൊഴി നൽകിയിട്ടുള്ളതുകൊണ്ട് പൂർവ്വവൈരാഗ്യം വെച്ച് കൊലപ്പെടുത്തിയതാണെന്ന് അവർ കോടതിയിൽ സമർത്ഥിക്കും, വേദ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഒളിവിൽ തന്നെ കഴിയണമെന്നാണോ? വിക്രം ചോദിച്ചു. പരമാവധി ഒരാഴ്ച, അതിനുള്ളിൽ ഞാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കാം. എനിക്ക് കോടതിയിൽ പോയി തുടങ്ങണം. വിക്രം ഇതിനകത്ത് സേഫ് ആയിരിക്കും, ആരും വിക്രമിനെ കണ്ടുപിടിക്കില്ല, വേദ പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? ശ്രീകാന്തിനോട് സംസാരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്തിനാണെന്ന് വിളിച്ചു പറയണോന്ന് വേദ ചോദിച്ചു. അത് പറഞ്ഞ ശേഷം അയാൾ മുറിയിലേക്ക് കയറി വന്നതുമില്ല. അതിനർത്ഥം വേദ ഇറങ്ങിപ്പോകുന്നതിന് കാരണം അയാളാണെന്നല്ലേ? വിക്രം ചോദിച്ചു. മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ സത്യം ഒളിച്ചു വയ്ക്കുന്നതിൽ തെറ്റില്ല എന്നല്ലേ? പലരുടെയും ജീവിതത്തെ ബാധിക്കാതിരിക്കാനാണ് ഞാൻ ഇറങ്ങിപ്പോന്നതെന്ന് കരുതിയാൽ മതി. വിക്രമിനോട് അത് പറയാറായി എന്ന് തോന്നുമ്പോൾ ഞാൻ പറയും, വേദ പറഞ്ഞു. അപ്പോൾ അന്നെന്നോട് മനഃപൂർവ്വം വഴക്കിട്ടതാണോ? വിക്രം ചോദിച്ചു. നിങ്ങളോട് അടുപ്പം നിലനിർത്തിക്കൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റുമോ? അതുകൊണ്ട് മനഃപൂർവ്വം ഒരകൽച്ച. പക്ഷേ വിക്രം മലയ്ക്ക് പോയി വരുന്നതിന് മുൻപ് ഞാൻ അവിടെ നിന്ന് പോരുമെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു, വേദ പറഞ്ഞു. അപ്പോൾ എന്നെ പൊട്ടനാക്കിയതാണല്ലേ? വിക്രം ചോദിച്ചു. ഓ, ഇനി ചൂടാവണ്ട, ഇവിടെ നിന്ന് പോകുന്നതിനു മുൻപ് ഞാനത് പറഞ്ഞിരിക്കും, വേദ പറഞ്ഞു. വിക്രമിനെ ആരൊക്കെയോ ചേർന്ന് വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നതായി കമല സ്വപ്നം കണ്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. പെട്ടെന്ന് ഫിക്സ് വന്ന കമലയെ എല്ലാവരും ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല. സ്ട്രെസ് കൊണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ പെട്ടെന്ന് നിർത്തുമ്പോഴോ ഇങ്ങനെ വരാം. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല. രാത്രിയിൽ ഉറക്കം കിട്ടാതെ വിക്രം എഴുന്നേറ്റു. മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ട് വേദ എഴുന്നേറ്റ് വിക്രമിനോട് എന്തു പറ്റിയെന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിനൊരു സുഖം തോന്നുന്നില്ല, ഞാൻ വീട്ടിലോട്ടൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് വിക്രം ഫോൺ എടുത്ത് ഓൺ ചെയ്തു. വിക്രമിന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ച് വേദ അത് ഓഫാക്കി. വിളിക്കണമെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാമായിരുന്നില്ലേ? എന്താ വിക്രമിന്റെ പ്രശ്നം? വേദ ചോദിച്ചു. എനിക്ക് അമ്മയെ കാണാൻ തോന്നുന്നു, അമ്മയ്ക്കെന്തോ പറ്റിയിട്ടുണ്ടെന്നൊരു തോന്നൽ, വിക്രം പറഞ്ഞു. എല്ലാം വിക്രമിന്റെ തോന്നലാണ്. എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശ്രീജട്ടതി എന്നെ വിളിച്ചു പറയുമായിരുന്നു. നാളെ ഞാൻ അന്വേഷിച്ചോളാം, അതുപോരെ? ഇത്രയും സ്നേഹം അമ്മയോടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ജീവിതം ജീവിക്കുമായിരുന്നോ? വേദ ചോദിച്ചു. അച്ഛനോടുള്ള വാശിയിൽ ജീവിക്കുമ്പോൾ അമ്മയോട് കൂടിയാണ് ഞാൻ അകന്നു പോകുന്നതെന്ന് അന്ന് ഓർത്തില്ല. ഞാനും അച്ഛനും തമ്മിലുള്ള മഞ്ഞുരുക്കി എല്ലാവരെയും കൂട്ടിച്ചേർത്തു. അവസാനം നീ ഇറങ്ങിപ്പോന്നു, വിക്രം പറഞ്ഞു. അതെന്നേക്കുമായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, വേദ പറഞ്ഞു. പിറ്റേന്ന് സൈബർ സെല്ലിൽ നിന്ന് CIക്ക് ഒരു കോള് വരികയാണ്. വിക്രമിന്റെ മൊബൈൽ ഇന്നലെ കാഞ്ഞിരംകുളത്ത് വെച്ച് ഓൺ ആയിട്ടുണ്ട്, അപ്പോൾ തന്നെ ഓഫ് ആവുകയും ചെയ്തു എന്ന് ആ ഉദ്യോഗസ്ഥൻ CIയെ അറിയിച്ചു. ഈ വിവരം അപ്പോൾ തന്നെ CI ശ്രീകാന്തിനെ വിളിച്ചു പറഞ്ഞു. എന്തായാലും ഈ അവസരം മുതലെടുത്ത് ഒരു റെയ്ഡ് ഏർപ്പെടുത്താൻ ചന്ദ്രശേഖരൻ CIയോട് പറഞ്ഞു. നാളത്തെ എപ്പിസോഡിൽ CIയും കൂട്ടരും ശങ്കരന്റെ വീട് റെയ്ഡിനായി എത്തിയിരിക്കുകയാണ്. വേദ ഇത് കണ്ട് ഒന്ന് ഞെട്ടുന്നുണ്ട്. പോലീസ് അന്വേഷിക്കുന്ന ഒരു ക്രിമിനലിനെ ഞാനിവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണോ ആരോപണം? ശങ്കരൻ ചോദിക്കുന്നുണ്ട്. വിക്രം ഓപ്പൺ ടെറസിൽ പോയി ഒളിക്കുന്നതും പോലീസുകാരെ കണ്ട് സൺഷെയ്ഡിൽ നിന്ന് തൂങ്ങിയിറങ്ങുന്നതും വിക്രമിനെ കണ്ട് വേദ ഞെട്ടുന്നതും കാണാം. പോലീസുകാരൻ മുറി പരിശോധിക്കാൻ എത്തുമ്പോൾ വിക്രം കതകിന്റെ പുറകിൽ ഒളിച്ചു നിൽക്കുന്നുമുണ്ട്. കമലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നറിഞ്ഞ് എന്താണെന്നറിയാൻ കമലയുടെ അടുത്തേക്ക് ആകാംക്ഷയോടെ ചെല്ലുന്ന മാഷിനെയും കാണാം. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കാം. അതുവരേക്കും ബായ്.